ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി. ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ടിയിട്ട് വന്നേക്കണതാണ്. അപ്പോൾ ഫ്രണ്ട് ഫോർക്ക് ഇടിച്ചു, ഫ്രണ്ട് ഫോർക്ക് ഇടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മൺകാട് ഫോർക്കുമ്പോൾ കയറി ലോഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അയച്ചു നോക്കുമ്പോണ്ടല്ലോ, ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് സൈഡാണിത്. ഈ ഫോർക്ക് ഇവിടെ ശരിക്കും ബെൻഡാണ്, ഇവിടെ കോണടക്കം ലൂസായേക്കണതുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫോർക്ക് നല്ല രീതിയിൽ ബെൻഡായിട്ടുണ്ട്. അപ്പോൾ ഫോർക്ക് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുത്താൽ, ഒന്നുമല്ലത് മാറ്റണം അല്ലെങ്കിൽ ലെവൽ ചെയ്യണം. ലെവൽ ചെയ്താലും ക്ലിയറായിട്ട് കിട്ടാറുണ്ട്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല പക്കയായിട്ട് നമുക്ക് ലെവൽ ചെയ്ത് കിട്ടും. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡിൽ വന്ന ലിങ്ക് ടൈപ്പ് സസ്പെൻഷനുള്ള നമുക്ക് ഫ്രണ്ടിൽ വരാം. അപ്പോൾ അതിൻ്റെ ഇവിടെ വന്നത് കോപ്പർ ബുഷാണ്, ആ ബുഷ് കംപ്ലൈൻ്റ് ഉണ്ട്. അതേപോലെ ഇവിടുത്തെ ഗ്രീൻ ബുഷ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ലെവലിങ്ങിന് കൊടുക്കാനായിട്ട്. ഈ ടയറെ പാടി ഇങ്ങനെ ഫുൾ സെറ്റായിട്ട് കൊണ്ടുപോയിട്ട് വേണം ലെവൽ ചെയ്യാനായിട്ട്. പിന്നെ സംഭവിച്ചാണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് മൺകാട് ഇടിച്ചിട്ട് ഇവിടെയൊക്കെ അലൈൻമെൻറ്റൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ നിന്നൊക്കെ വെൽഡിങ് വിട്ടു പോയിട്ടുണ്ട്, ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പാച്ച് വർക്ക് ചെയ്യണമെങ്കിൽ പാച്ച് വർക്ക് ചെയ്തെടുക്കാം. ഇതിവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടെന്നുള്ളൂ. എന്തായാലും നമുക്കത് ഫ്രണ്ട് കവറുകൾ ലെവൽ ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ആ കൂട്ടത്തിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഫ്രണ്ട് മൺകാടാണ്, പിന്നീട് പൊട്ടലെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അഴിച്ചു മാറ്റണമെങ്കിലും റിസ്ക് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ മാറ്റാം, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതൊക്കെ ഒന്ന് അലൈൻ ചെയ്തിട്ട് ഇപ്പോൾ തകിടായതുകൊണ്ട് തന്നെ ഗ്യാസ് വെൽഡ് ചെയ്തൊക്കെ നിൽക്കും. പക്ഷെ പുതിയത് ഒരെണ്ണം വെക്കുന്നതിൻ്റെ ക്വാളിറ്റി എന്തെങ്കിലും കിട്ടില്ല. കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ പൊട്ട് വീണുണ്ട്, ഇവിടെ പൊട്ട് വീണിട്ടുണ്ട്, ഇവിടെ പൊട്ട് വീണിട്ടുണ്ട്. മൊത്തത്തിലൊരു ഷേപ്പ് വ്യത്യാസം വന്നുപോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സംഭവിച്ചാണ് ഫ്രണ്ടിൽ വന്ന കവറുകൾ. ഫ്രണ്ടിലെ കവർ, ഈ കവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബെൻഡായിട്ടുണ്ട്, ഇതും ഉണ്ട്. അപ്പോൾ ശരിക്കും പാച്ച് വർക്ക് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ക്ലിയറായിട്ട് കിട്ടും. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ എന്തെങ്കിലും കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കണമെന്നില്ല, ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷനൊക്കെ ഉണ്ടായേക്കാം. പിന്നെ നമുക്ക് ഈ കവറുകൾ പിടിപ്പിക്കുന്ന ഈ ട്രേ, ഇതിന് ബാറ്ററി ട്രേ എന്ന് പറയാം, അതിൻ്റെയും അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഈ ഹാൻഡിലിൻ്റെ ദീപൻ്റെ കവറുണ്ടല്ലോ, ഈ ഹെഡ്ലൈറ്റൊക്കെ പിടിപ്പിക്കുന്ന ഈ കവറിൻ്റെ ഈ സൈഡിൽ നിന്ന് നടന്നു പോയിട്ടുണ്ട്, ഇതിലൂടെയും പൊട്ടുകൊണ്ടുണ്ട്. പിന്നെ നിലവിൽ ഹാൻഡിൽ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട്, ചെറുതായിട്ടൊരു ബെൻഡുണ്ട്. അത് നമുക്ക് ബാക്കിയതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറ്റി കളഞ്ഞാൽ മതി. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് തന്നെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ സെൻറ്റർ കവർ ഇതൊക്കെ ഇടി കൊണ്ടപ്പോൾ തന്നെ ഓൾറെഡി പൊട്ടിപ്പോയേക്കാണ്. ഇതൊക്കെ എന്തെങ്കിലും മാറണം. ഇപ്പോൾ ഈ ഫ്രണ്ട് കവറുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പാച്ച് വർക്ക് ചെയ്താലും നമുക്ക് പെയിൻറ്റ് അടിക്കണം, പുതിയത് മേടിച്ചാലും പെയിൻറ്റ് ഉണ്ടാവില്ല, പെയിൻറ്റ് ഇല്ലാതെ തന്നെ കോമൺ ആയിട്ടാണ് വരാം. എല്ലാ വണ്ടിക്കും നമ്മൾ എടുത്തിട്ട് നമുക്ക് ഏത് വണ്ടിയുടെയാണോ ആ കളർ അടിച്ചാണ് എടുക്കുക. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഈ ലെവൽ ചെയ്ത് എടുക്കുമ്പോഴുള്ള പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ. കാരണം കറക്റ്റ് ചിലപ്പോൾ ഷേപ്പ് കിട്ടണമെന്ന് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ബാറ്ററി അതേപോലെ ബാറ്ററിയുടെ എന്തായാലും നമുക്ക് മാറ്റണം, ഈ മൺകാടിൻ്റെ ആയാലും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതേപോലെ ഫ്രണ്ട് ഫോർക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു 2700 രൂപ 2800 വില തന്നെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ലെവൽ ചെയ്താൽ ക്ലിയറായിട്ട് കിട്ടും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഈ മൺകാടിൻ്റെ ഓപ്ഷൻ നോക്കിയിട്ടൊന്ന് പറയാം. മാറ്റി കളയാണെങ്കിൽ സേഫ്, അതല്ലെങ്കിൽ നമുക്ക് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിലാണെങ്കിൽ നമുക്ക് മൺകാട് മാറ്റണമെന്നില്ല. അത് ലെവൽ ചെയ്ത് നമുക്ക് ആ വെൽഡിങ് പൊട്ടിയാണ് ഭാഗം ഒന്ന് വെൽഡ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് കൂട്ടത്തിൽ റെഡിയായി പോകുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്ക് ഇത്ര ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുന്നു ഒന്ന് വർക്ക് ചെയ്ത് നോക്കി ഒന്ന് എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ടേ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കൊക്കെ വളരെ കുറവായിരുന്നു, ഈ കേബിളൊക്കെ ഒരുപാട് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ കൂട്ടത്തിൽ ക്ലിയർ ചെയ്ത് പോകും കേട്ടോ. സ്പീഡോമീറ്റർ എനിക്ക് തോന്നുന്നു ഓൾറെഡി 59,000 വന്നിട്ട് ജാമായി പോയേക്കാണെന്ന് തോന്നുന്നു. കാരണം പിന്നെ കൗണ്ട് ഇല്ല, പിന്നെ വർക്ക് ചെയ്താലും മീറ്റർ സ്പീഡാണ് കാണിക്കാൻ സാധ്യതയുള്ളൂ, കിലോമീറ്റർ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതുമായി ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് വന്നേക്കണ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഫോർക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, മൺകാട് ഇടിച്ച് പൊട്ടലും വീണിട്ടുണ്ട്, അലൈൻമെൻറ്റ് മൊത്തം പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് കവറിൽ ഐഡിയ കൊണ്ടപ്പോൾ സെൻറ്റർ കവർ പൊട്ടിയ കൂട്ടത്തിൽ കൂടെ മറ്റേ 2 കവറുകളും അത്യാവശ്യം ശരിക്കും കോടിപ്പോയിട്ടുണ്ട്. അത്രയാണ് സംഭവിച്ചാണ്. പിന്നെ ഹാൻഡിൽ ബാർ ചെറുതായിട്ടുള്ളൂ, അത് നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയിട്ട് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് കംപ്ലയിൻറ്റ് നമുക്ക് വീണ്ടും കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. അത് ഏകദേശം ഒരു 700 രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് ആക്റ്റീവായിട്ട് തന്നെ സാധനം വരാറുണ്ട്. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.